വയനാട് പുനരധിവാസ പാക്കേജും വിഴിഞ്ഞവും ഉൾപ്പെടെ കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കേന്ദ്ര സമീപനത്തെ കേരള ബജറ്റിൽ സംസ്ഥാനം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയേണ്ടത്. കേന്ദ്ര സഹായമില്ലെങ്കിലും നേരിടുമെന്ന് സംസ്ഥാനം ആവർത്തിക്കുമ്പോൾ സംസ്ഥാന ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കൂടുതൽ മൂലധന നിക്ഷേപം വേണം, കൂടുതൽ പണം ഉണ്ടാവണം, പലിശയുടെ കാര്യത്തിനകത്ത് കുറവ് വരുത്തുന്ന തീരുമാനം വേണം, ബോറോയിങ്ങിന് സംസ്ഥാനങ്ങളെ കൂടുതൽ അനുവദിക്കണം, കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതാണ് ഞങ്ങൾ പൊതുവിൽ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. GSTയുടെ വെട്ടിക്കുറവ് 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. വയനാടിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്ത് ഇപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവർ നടത്തിയതിനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. അതിന് 5,000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം അനുഭാവപൂർവമായ തീരുമാനം വരണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VGFന്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിന് തരുന്ന 800 ചില്ലാനം കോടി രൂപയുണ്ട്. അവർ അതുപോലും കടമായിട്ടാണ് തരുന്നതെന്നുള്ള പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പം നമ്മൾ വിഴിഞ്ഞത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പ്രതീക്ഷകളും ഇതായിരുന്നു. വയനാടിന് 2,000 കോടിയുടെ പാക്കേജ്, വന്യജീവി ആക്രമണങ്ങളിൽ 1,000 കോടിയുടെ പാക്കേജ്, ദേശീയപാതയിൽ സാമ്പത്തിക സഹായം എന്നിങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാടിനെങ്കിലും സഹായം പ്രതീക്ഷിച്ചതാണ്. അവഗണനയിൽ സംസ്ഥാനം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഏറ്റവും ന്യായമായ സാമാന്യമായ പ്രതീക്ഷ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രത്യേക ഒരു പാക്കേജ് കേരളത്തിന് വലിയ തോതിൽ സാമ്പത്തികമായി വെട്ടിക്കുറവ് വന്നെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. കണക്കുകൾ സംസാരിക്കുന്നതാണ്, രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. അതിനകത്ത് കിട്ടേണ്ട സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. രണ്ടാമത്, കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് പണം പ്രത്യേകം തന്നിട്ടില്ല. ഏറ്റവും ന്യായമായി അനുവദിക്കേണ്ട സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല. 5 IITകളിൽ പുതിയ കോഴ്സ് തുടങ്ങുന്നതിനകത്ത് എന്തോ ഒരു കാര്യം വരുന്നത്. ഇങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണ്. സംസ്ഥാന ബജറ്റിൽ എന്തുണ്ടാകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കേന്ദ്രം മുഖം തിരിച്ച പദ്ധതികളിലും ആവശ്യങ്ങളിലും മികച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. വയനാടിനായി പ്രത്യേക പദ്ധതിയും സംസ്ഥാനം അഭിമാനത്തോടെ കാണുന്ന വിഴിഞ്ഞത്തിന് പരിഗണനയും ഉണ്ടാകും. സമീപകാലത്ത് സർക്കാർ നേരിട്ട വലിയ വിമർശനം വന്യജീവി ആക്രമണമാണ്. ഇതിനായുള്ള പ്രത്യേക പദ്ധതിയും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ CPI അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയടക്കം പണിമുടക്കിയതാണ്. ഇതിന് പരിഹാരം ബജറ്റിലുണ്ടെങ്കിൽ വലിയ പിന്തുണ സർക്കാരിന് ലഭിക്കും. ശമ്പള പരിഷ്കരണത്തിനും സാധ്യതയുണ്ടെന്നാണ് വിവരം. എന്നാൽ കേരളത്തിനുള്ള വിഹിതം ലഭിക്കുന്നില്ലെന്ന് സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. കടമെടുപ്പ് പരിധി കുറച്ചതും തിരിച്ചടിയായി. ഇതിനിടെ പണം എങ്ങനെ കണ്ടെത്തുമെന്നും ചോദ്യമുണ്ട്. പ്ലാൻ B ഉണ്ടെന്നും അത് നടപ്പിലാക്കിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ പറഞ്ഞിരുന്നു. പദ്ധതി വിധം വെട്ടിക്കുറച്ചതാണ് പ്ലാൻ B എന്ന് സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ പറയുന്നു. പ്ലാൻ B അതെങ്കിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടാകും. എന്നാൽ പദ്ധതി വിഹിതത്തിൽ കുറവുണ്ടാകില്ലെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിയണമെങ്കിൽ ഫെബ്രുവരി 7 വരെ കാത്തിരിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ അടുത്ത വർഷവും. വയനാടിനും വിഴിഞ്ഞത്തിനുമൊപ്പം ജനകീയ പദ്ധതികളും നീക്കിയിരിപ്പും ഇത്തവണ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നുറപ്പാണ്. ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.